അങ്ങനെ 2025 കഴിയാൻ പോവാണ് അല്ലേ? ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞാലല്ലോ, ഇന്ത്യ ഇത്രയും വർഷം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ലോകത്തിന് മുമ്പിൽ തല ഉനിച്ചിരുന്ന ഒരു വർഷമാണ് ഇന്ത്യയുടേത്. നമ്മൾ വിശ്വ ഗുരുവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വഗുരുവായിട്ട് നമ്മുടെ മോദിജി വിശ്വ പൗരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ സംഘികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും, ഈ ഒരു വർഷം 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വഗുരു കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന ആ ഒരു വിശ്വഗുരു എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു എന്താ പറയുക, വെറുമൊരു ഈ ബബിൾ ടോപ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ, അതായത് ഒരു കുമിള പോലെ പൊട്ടിത്തെറിച്ചത് നമ്മൾ ഇപ്രാവശ്യം കണ്ടു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യങ്ങളിലൊക്കെ ടൂർ അടിച്ചു. രാജ്യങ്ങളിൽ ടൂർ അടിക്കുന്നതിൻ്റെ കൂടെ അവിടുത്തെ അവാർഡുകൾ മാക്സിമം അങ്ങോട്ട് ചോദിച്ചു വാങ്ങി. ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ചെയ്തു. എല്ലാ ആംഗിളുകളിലും ഫോട്ടോഷൂട്ട് ചെയ്തു. മറ്റ് പല രാജ്യങ്ങളിൽ പല രാജ്യ നേതാക്കൾ അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ കൈകൊണ്ട് ചൂണ്ടിക്കളിച്ച് പല രീതിയിൽ കൈവച്ച് ഫോട്ടോ എടുത്തതും അങ്ങനെ വലിയ ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും ഈ ഒരു കൊല്ലം നമുക്കെല്ലാം കൊണ്ടും വമ്പൻ അടിയാണ് കിട്ടിയിട്ടുള്ളത്. അത് രാജ്യത്തുണ്ടായിട്ടുള്ള അപകടങ്ങളും മറ്റ് ഈ തീവ്രവാദ കാര്യങ്ങളും, അത് പുറത്ത് രാജ്യത്തിൻ്റെ പുറത്ത് നമ്മുടെ വിദേശ നയങ്ങളിലും വിദേശ പോളിസീസിലും മറ്റെല്ലാ രീതിയിലും നമുക്ക് അടി കിട്ടി. ഇത്രയും കാലം കഴിഞ്ഞ 2025 തുടക്കം വരെ എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യക്കാർ എത്രത്തോളം വെറുത്ത് തുടങ്ങിയിരുന്നു ആളുകൾ എന്നുള്ളത് അല്ലേ. ഇന്ത്യയുടെ പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയും നിലയൊക്കെ പണ്ടുണ്ടായിരുന്നു. അത് ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി കംപ്ലീറ്റ്ലി അത് ഇല്ലാണ്ടായിരുന്നൊരവസ്ഥ കണ്ടു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരുകൊണ്ട് പച്ചക്ക് ഇറങ്ങി പോടാ നിങ്ങളുടെയൊക്കെ രാജ്യത്തോട്ട്, അല്ലെങ്കിൽ നിൻ്റെ മതാചാരങ്ങൾ പ്രകടിപ്പിക്കാനും അത് എന്താ പറയുക, അത് ഇവിടെ സ്പ്രെഡ് ചെയ്യാനുള്ള സ്ഥലമല്ല ഞങ്ങളുടെ രാജ്യം, ഇറങ്ങിപ്പോടാ എന്ന് പച്ചക്ക് പറഞ്ഞ പല ഇൻസിഡൻസ് നമ്മൾ കണ്ടു. ഇക്കഴിഞ്ഞ ഈ ക്രിസ്മസിന് കൂടി നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെ ഇവന്മാരെ സംഘപരിവാർ അഴിച്ചു വിട്ടിട്ടുള്ള ചെറ്റത്തരങ്ങൾ ലോകം മൊത്തം കണ്ടു. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടി വന്ന് അതിൻ്റെ എക്സ്ട്രീമിലോട്ട് ഇപ്പോൾ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണെന്നുള്ളത് കണ്ടറിയട്ടോ. 2026 മുതൽ നിങ്ങൾ കണ്ടോ, ഇന്ത്യൻ ഏറ്റവും കൂടുതൽ വെറുക്കും ഗോ ബാക്ക് ടു ഇന്ത്യ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോടാ എന്നുള്ള മുദ്രാവാക്യം ഇപ്പം വന്ന രാജ്യങ്ങൾ ഇനി അത് ഡബിളാവും ത്രിബിളാവും, അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട് ഇത്ര കാലങ്ങളായിട്ട് അവിടെയൊക്കെ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥ വളരെ ദുരിതപൂർവമായിട്ടുള്ള അവസ്ഥ തന്നെ ആയിരിക്കും. സ്പെഷ്യലി നമ്മുടെ രാജ്യത്തിനോട് ഇത്ര വെറുപ്പ് വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന്, നമ്മുടെ വിദേശ പോളിസി, നമ്മുടെ ഫോറിൻ അഫയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ലാണ്ട് ഇന്ത്യക്കാരോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ സംഘികൾ പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ സംഘികൾ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ കാരണമാണ്. ഇപ്പം ഇന്ത്യയുടെ അകത്തെടുത്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് പോലത്തെ പരിപാടികൾ ഇവന്മാർ അലങ്കോലമാക്കുന്നതും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇവന്മാർ അഴിച്ചുവിടുന്ന പരിപാടികളും, മുസ്ലിങ്ങൾക്കെതിരെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങളും ലോകം അറിഞ്ഞു തുടങ്ങി, ലോകത്തിലോട്ട് എത്തിത്തുടങ്ങി. കൂടുതൽ ലോകത്തിലോട്ട് സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് നമ്മുടെ വിശ്വഗുരു വിശ്വം ഉലകം ചുറ്റും നായകനാവുന്ന സമയത്ത് തന്നെ സ്വന്തം രാജ്യത്ത് ഇവിടെ ചുറ്റിക്കുന്ന ഈ രാജ്യത്തെ ആൾക്കാരെ മതസൗഹാർദ്ദം തകർത്ത് ഡെമോക്രസി ഇല്ലാണ്ടാക്കി രാജ്യത്തിനെ പിളർപ്പിലോട്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ഭരണമാണ് നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് ലോകം അറിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 1-2 വർഷത്തിൽ കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളോടുള്ള ദേഷ്യവും വാശിയും എല്ലാം ഈ പറഞ്ഞ ആളുകൾക്ക് കൂടി. ഇതേ സംഖ്യകൾ അവിടെ പോയി കാണിച്ചു കൂട്ടുന്ന അവിടുത്തെ കൾച്ചറിലോട്ട് കിടന്ന് ആക്രമിച്ച് അവിടുത്തെ ആളുകളുടെ സ്വൈര്യ ജീവിതം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റി, ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ, ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക എടുത്ത ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇത് നടക്കില്ല, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ എന്ത് ചെറ്റത്തരവും കാണിക്കും എന്നുള്ള അവസ്ഥയിലോട്ടുള്ള പെരുമാറ്റം കണ്ടതോട് ആൾക്കാർ അത് വെറുത്തു തുടങ്ങി നമ്മളെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു, ഗോ ബാക്ക് ഹിന്ദു, ഗോ ബാക്ക് നട്ടത് ഇന്ത്യൻ എന്ന് പോലും അല്ല. ഹിന്ദു റിലീജിയൻ ഇവിടെ വേണ്ട, ഹിന്ദു ഐഡൽസ് ഇവിടെ വേണ്ട, ഹിന്ദു ദൈവങ്ങളെ, മിത്തായ ദൈവങ്ങൾ ഇവിടെ വേണ്ട, എടുത്തുകൊണ്ട് പോ എന്നാണ് അവർ പച്ചക്ക് പ്ലക്കാർഡ് പിടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചു കൂട്ടിയിട്ടുള്ള വിദേശ നയങ്ങളിലെ നമ്മുടെ ജയശങ്കറും പ്രധാനമന്ത്രിയും നമ്മുടെ BJP ഭരണാധികാരികൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള വിദേശ നയങ്ങളിലുള്ള വീഴ്ചകൾ അത് എത്രത്തോളം വലുതാന്നുള്ളത് നമ്മൾ ട്രംപിൻ്റെ താരിഫ് മുതൽ ഇന്ത്യക്കാരെ അവിടുന്ന് എടുത്തെറിയുന്നത് മുതൽ ഇവിടെ ജോലിയും കൂലിയും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്തെത്തി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവന്മാരെ തിരിച്ച് കാലിൽ ചങ്ങല കയറ്റിയിട്ട് നാട്ടിലോട്ട് എടുത്തു വിടുന്നത് നമ്മൾ കണ്ടു. താരിഫിൻ്റെ എണ്ണം കൂടി ഇവിടുത്തെ എത്രയോ പല ബിസിനസ് മേഖലകളും തകർന്നടിഞ്ഞ് നമ്മൾ കണ്ടു. ഇപ്പോഴും അത് അതിൻ്റെ അവസ്ഥയിൽ വളരെ മോശമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനങ്ങളും ഇതുവരെ എത്തിയിട്ടില്ല.
ഇവിടെ സംഘികൾ കാണിക്കുന്ന PR വർക്കിൽ മോദി ലോകത്തെ യുദ്ധങ്ങൾ നിർത്താൻ പോയ മോദിജിയുടെ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ യുദ്ധം നടന്ന അവസാനം ആ യുദ്ധം നിർത്താൻ വരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് വന്നതെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതെല്ലാം ചങ്കൂറ്റത്തോടെ എറിഞ്ഞ് പറയാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതുവരെ വാപൊന്തിയിട്ടില്ല. അപ്പം നമ്മുടെ വിദേശ നയങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഇല്ലാത്ത കണക്കുകൾ കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് ഇന്ത്യ GDPയിൽ വളർന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ കോർപ്പറേറ്റുകൾക്ക് വിറ്റിട്ട് കോർപ്പറേറ്റുകളുടെ പേഴ്സണൽ GDP വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലകൾ മൊത്തം വിറ്റ് തൊലച്ച് ഒരു രീതിയിലും ഗവൺമെൻറ്റിന് കൺട്രോൾ ഇല്ലാത്ത പൊതുമേഖലകൾ പലതും നമ്മുടെ രാജ്യത്തുണ്ടായി. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മറ്റ് കോർപ്പറേറ്റുകളാണ്. അവരുടെ മേലൊരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലോട്ട് ഇന്ത്യനെ കൊണ്ടെത്തിച്ചു. രൂപ മൂല്യം 90 91 ക്രോസ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മേഖലയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില എന്നും കൂടിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 2026 മുതൽ നിങ്ങൾ കണ്ട ഇന്ത്യനോടുള്ള ഹെയ്റ്റ് എത്രത്തോളമാണ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കും അവിടുത്തെ ഭരണാധികാരികളും കാണിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് മാത്രമല്ല, എല്ലാ രീതിയിലും ഇന്ത്യൻ റിലീജിയൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് അമേരിക്കയിൽ നമ്മൾ ഇവിടുന്ന് കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്മസിനെതിരെ നമ്മൾ കാണിക്കുന്ന വാർത്തകൾ അവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിലെ ഫസ്റ്റ് പേജിൽ പോലും ഇന്ത്യൻ എങ്ങനെയാണ് ഈ RSS മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഇന്ത്യൻ RSS വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പലതരത്തിലുള്ള ആർട്ടിക്കിൾസും അല്ലെങ്കിൽ ന്യൂസ് ഫീഡ്സും വന്നു തുടങ്ങി. അവിടുത്തെ അമ്പലങ്ങൾ പൊളിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഹനുമാന്റെ ദൈവങ്ങളുടെ പ്രതിമകൾ പൊളിച്ച് നാട് വിട്ടോളം വരെ അമേരിക്കൻസ് ഇന്ത്യനോട് പറഞ്ഞു. ഇത്രയും കാലം നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ അല്ലേ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈവൻ അറബ് കൺട്രീസിലുള്ള അമ്പലങ്ങൾ ഓരോന്നായിട്ട് പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോലും പറയാത്ത കാര്യങ്ങൾ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കാർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ജോലിയില്ലാണ്ട് അവിടെ പോയ ആളുകൾക്ക് വിസ പോലും കിട്ടാത്ത H1B വിസ പോലത്തെ വിസകളുടെ പ്രൈസ് കൂട്ടിയിട്ടും അത് കൊടുക്കാതെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാനഡയിലെയും അയർലാൻഡിലെയും ഓസ്ട്രേലിയയിലൊക്കെ പുതിയ വിസ നിയമങ്ങളിൽ ഇന്ത്യക്കാരാണെങ്കിൽ വിസ കൊടുക്കാതെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഈ പറഞ്ഞ അഡ്മിഷൻ കൊടുക്കാണ്ട് യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ നമ്മുടെ വിദേശ നയങ്ങളും നമ്മുടെ മോദി സർക്കാർ ഇപ്പം കാണിച്ചു കൂട്ടിയിട്ടുള്ള കൊള്ളരുതായ്മയുടെ ഫലമാണ് ഈ പറഞ്ഞ നമ്മുടെ സിറ്റിസൺസ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം 2025 വിദേശത്ത് ലോകത്തിന് മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ഇന്ത്യനെ തന്നെയാണ് കാണുന്നത്. തലകുനിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി സമ്മതിച്ചു തന്നിട്ടില്ലെങ്കിലും സംഘികൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും സത്യം അതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 2026 വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വരട്ടെ. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും വരാനില്ല, പക്ഷേ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.